രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 20-ാം അധ്യായം. ആരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടി. അവനോട് കൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമര്യയെ നിരോധിച്ചു, അതിന് നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചു അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എന്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെ നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു. ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരയണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്കിഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തിലെ എല്ലാ മൂപ്പന്മാരെയും വരുത്തി, അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കി കാൺമേൻ, എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ചു ചോദിച്ചു. ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട്, നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ചു, എന്നോട് കൂടിയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടി വാരുവാൻ ശമര്യയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, വാളരക്കി കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയുന്നത് എന്ന് അവനോട് പറവിൻ എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കു കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട്, ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്ന്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെയും നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് പറഞ്ഞു. ആരെ കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ, ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങണമെന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതിമാരുടെ ബാല്യക്കാരെ എണ്ണി നോക്കി. അവർ 232 പേരായിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തെ ഒക്കെയും എണ്ണി 7000 പേർ എന്ന് കണ്ടു. അവർ ഉച്ച സമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദദ് തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോട് കൂടെ മണിപ്പന്തലിൽ കുടിച്ചുമത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻഹദദ് ആളയച്ചു അന്വേഷിച്ചാറേ ശമര്യയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവൻ, അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പിൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിൽ അവരെ ജീവനോടെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോകുന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തൻ താന്താര നേരെ വരുന്നവനെ കൊന്നു. ആരാമ്യർ ഓടിപ്പോയി. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്തു കയറി കുതിരച്ചേവകരോടുകൂടെ ഓടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു അരാമ്യരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ടു ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക, ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. അരാം രാജാവിനോടും അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്തു നിന്നു മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നാൽ നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്കു കേട്ടു. അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേയാണ്ടിൽ ബെൻഹദദ് അരാമ്യരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിനെയും എണ്ണി നോക്കി. അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയം ഇറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേല്യർ അരാമ്യരിൽ
100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണം മതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്നു ഒരു ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രയേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷേ അവർ നിന്നെ ജീവനോടെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ജീവനോടെ ഇരിക്കുന്നുവോ? അവൻ എന്റെ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് ശുഭലക്ഷണമെന്ന് ധരിച്ച് ബന്ധപ്പെട്ട് അവന്റെ വാക്കു പിടിച്ചു. അതെ, നിന്റെ സഹോദരൻ ബെൻഹദദ് എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ബെൻഹദദ് അവന്റെ അടുക്കൽ പുറപ്പെട്ടു വന്നു. അവനെ രഥത്തിൽ കയറ്റി. അവനോട്, എന്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം. എന്റെ അപ്പൻ ശമരിയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമ്മേശേക്കിൽ നിനക്ക് തെരുവീതികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ആഹാബ്, ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് ഉടമ്പടി ചെയ്ത് അവനെ വിട്ടയച്ചു. എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം തന്റെ ചങ്ങാതിയോട്, എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവനെ അടിപ്പാൻ മനസ്സായില്ല. അവനോട്, നീ യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് നീ എന്നെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അവനെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ടു കൊന്നുകളഞ്ഞു. പിന്നെ അവൻ മറ്റൊരുത്തനെ കണ്ടു, എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. അവനെ അടിച്ചു മുറിവേൽപ്പിച്ചു. പ്രവാചകൻ ചെന്ന് വഴിയിൽ രാജാവിനെ കാത്തിരുന്നു. അവൻ തലപ്പാവ് കണ്ണുവരെ താഴ്ത്തിക്കെട്ടി വേഷം മാറി നിന്നു. രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത്, അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു. അപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു. ഇവനെ സൂക്ഷിക്കണം. ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും, അല്ലെങ്കിൽ നീ ഒരു താലന്ത് വെള്ളി തൂക്കി തരേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ അടിയൻ അങ്ങുമിങ്ങും ബന്ധപ്പെടാതിരിക്കുമ്പോൾ അവനെ കാണാതെയായി. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, നിന്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കി. അപ്പോൾ അവൻ ഒരു പ്രവാചകനെന്ന് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു. അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിൽ പകരമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ടു ശമര്യയിലെത്തി. യിരെമ്യാവിന്റെ പുസ്തകം 36-ാം അധ്യായം. യോശിയാവിന്റെ മകനായ യഹൂദ രാജാവ് യഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനോടായി അരുളപ്പാടാവിത്. നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിന്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനോടും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിലെഴുതുക. പക്ഷെ യഹൂദ ഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിയുവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. അങ്ങനെ യിരെമ്യാവ് നേറിയാവിന്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി. യിരെമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത്, ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല. ആകയാൽ നീ ചെന്ന് എന്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം. അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയ്ക്കും കേൾക്കെ നീ അത് വായിക്കണം. പക്ഷെ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിയും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. യിരെമ്യാ പ്രവാചകൻ അവനോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേറിയാവിന്റെ മകനായ ബാരൂക്ക് ചെയ്തു. യഹോവയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ 5-ാം ആണ്ടിൽ 9-ാം മാസത്തിൽ അവർ യെരൂശലേമിലെ സകല ജനത്തിനും യഹൂദ പട്ടണത്തിൽ നിന്ന് യെരൂശലേമിൽ വന്ന സകല ജനത്തിനും യഹോവയുടെ മുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. അപ്പോൾ ബാരൂക്ക് യഹോവയുടെ ആലയത്തിന്റെ പുതിയ വാതിലിന്റെ പ്രവേശനത്തിങ്കൽ മേലത്തെ മുറ്റത്ത് ഷാഫാന്റെ മകനായ ഗമരിയ രായസക്കാരന്റെ മുറിയിൽ വെച്ച് ആ പുസ്തകത്തിൽ നിന്ന് യിരെമ്യാവിന്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചു. ഷാഫാന്റെ മകനായ ഗമറിയാവിന്റെ മകൻ മീഖായാവ് യഹോവയുടെ വചനങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗൃഹത്തിൽ രായസക്കാരന്റെ മുറിയിൽ ചെന്നു. അവിടെ സകല പ്രഭുക്കന്മാരും ഇരുന്നിരുന്നു. രായസക്കാരൻ എലീഷാമയും ഷെമയ്യാവും ആ മകൻ രലായാവും അബ്ഖോരിന്റെ മകൻ എൽനാഥാനും ഷാഫാന്റെ മകൻ ഗമറിയാവും ഹനന്യാന്റെ മകൻ സിദക്യാവും ശേഷം പ്രഭുക്കന്മാരും തന്നെ.
ബാരൂക്ക് ജനത്തെ പുസ്തകം വായിച്ചു കേൾപ്പിച്ചപ്പോൾ താൻ കണ്ടിരുന്ന വചനങ്ങളൊക്കെയും മീഖായാവ് അവരോട് പ്രസ്താവിച്ചു. അപ്പോൾ സകല പ്രഭുക്കന്മാരും കൂഷിയുടെ മകനായ ശെലെമ്യാവിന്റെ മകനായ നഥന്യാവിന്റെ മകൻ യെഹൂദിനെ ബാരൂക്കിന്റെ അടുക്കൽ അയച്ചു. നീ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന് പറയിച്ചു. അങ്ങനെ നേറിയാവിന്റെ മകൻ ബാരൂക്ക് പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു. അവർ അവനോട് ഇവിടെ ഇരുന്ന് അത് വായിച്ചു കേൾപ്പിക്ക എന്ന് പറഞ്ഞു. ബാരൂക്ക് വായിച്ചു കേൾപ്പിച്ചു. ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു തമ്മിൽ നോക്കി ബാരൂക്കിനോട്, ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കും എന്ന് പറഞ്ഞു. നീ ഈ വചനങ്ങളൊക്കെയും എങ്ങനെയാകുന്നു എഴുതിയത്? അവൻ പറഞ്ഞു തന്നിട്ടോ? ഞങ്ങളോട് പറക എന്ന് അവർ ബാരൂക്കിനോട് ചോദിച്ചു. ബാരൂക്ക് അവനോട്, അവൻ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തന്നു. ഞാൻ മഷികൊണ്ട് പുസ്തകത്തിൽ എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂക്കിനോട്, പോയി നീയും യിരെമ്യാവും കൂടി ഒളിച്ചുകൊള്ളുവിൻ, നിങ്ങൾ ഇന്നേടത്ത് ഇരിക്കുന്നുവെന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു. അനന്തരം അവർ പുസ്തക ചുരുൾ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ വെച്ച് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിന് ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത് ഗ്രഹത്തിലിരിക്കുകയായിരുന്നു. അവന് മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽനാഥാനും ദലായാവും ശെമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു. എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരമെയേലിനോടും അസ്രീയലിന്റെ മകനായ സെരായാവോടും അബ്ദേലിന്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ചുരുളും ബാരൂക്ക് യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായതെന്തെന്നാൽ, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യെഹോയാക്കീമും ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക. എന്നാൽ യഹൂദ രാജാവായ യഹോയാക്കീമിനോട് നീ പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചു കളയും എന്ന് നീ അതിൽ എഴുതിയത് എന്തിന് എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹൂദ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവന്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞും ഏൽപ്പാൻ എറിഞ്ഞുകളയും. ഞാൻ അവനെയും അവന്റെ സന്തതിയും ഭൃത്യന്മാരെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കും. അവർക്ക് യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും. അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേറിയാവിന്റെ മകൻ ബാരൂക്ക് എന്ന് എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യഹോവയാക്കീം തീയിലിട്ടു ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം അതിലെഴുതി. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. യിരെമ്യാവിന്റെ പുസ്തകം 37-ാം അധ്യായം. യഹോയാക്കീമിന്റെ മകനായ കൊന്യാവിന് പകരം യോഷിയാവിന്റെ മകനായ സിദെക്കിയാവ് രാജാവായി. അവനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദ ദേശത്ത് രാജാവാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ അവന്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല. സിദെക്കിയാവ് രാജാവ് ശെലെമ്യാവിന്റെ മകനായ യഹൂഖലിനെയും മയസേരാവിന്റെ മകനായ സെഫന്യാ പുരോഹിതനെയും യിരെമ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണം എന്ന് പറയിച്ചു. യിരെമ്യാവിനോ ജനത്തിന്റെ ഇടയിൽ വരുത്തുപോക്കുണ്ടായിരുന്നു. അവനെ തടവിലാക്കിയില്ല. ഫറവോന്റെ സൈന്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരൂശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യെരൂശലേമിനെ വിട്ടുപോയി. അന്ന് യിരെമ്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകും എന്ന് പറഞ്ഞു. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്, അവർ വിട്ടുപോകുകയില്ല.
നിങ്ങളോട് യുദ്ധം ചെയ്ത കൽദയരുടെ സർവ്വ സൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താന്താന്റെ കൂടാരങ്ങളിലേക്ക് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. ഫറവോന്റെ സൈന്യം നിമിത്തം കൽദയരുടെ സൈന്യം യെരൂശലേമിൽ വിട്ടുപോയപ്പോൾ യിരെമ്യാവ് ബെന്യാമീൻ ദേശത്തെ ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവൻ ബെന്യാമീൻ വാതിൽക്കൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിന്റെ മകനായ ശെലെമ്യാവിന്റെ മകൻ ഇരിയാവ് എന്ന് പേരുള്ളവൻ യിരെമ്യാ പ്രവാചകനെ പിടിച്ചു. നീ കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ്, അത് നേരല്ല, ഞാൻ കൽദയരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഇരിയാവ് അത് കൂട്ടാക്കാതെ യിരെമ്യാവെ പിടിച്ചു പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. പ്രഭുക്കന്മാർ യിരെമ്യാവിനോട് കോപിച്ചു. അവനെ അടിച്ച് രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. അനന്തരം സിദെക്കീയ രാജാവ് ആളയച്ച് അവനെ വരുത്തി. യഹോവയിങ്കിൽ നിന്ന് വല്ല അരുളപ്പാടുമുണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. അതിന് യിരെമ്യാവ്, ഉണ്ട്, നീ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ യിരെമ്യാവ് സിദെക്കീയാവ് രാജാവിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്തു കുറ്റം ചെയ്തു? ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന് നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ? ആകയാൽ യജമാനായ രാജാവെ കേൾക്കണമേ, എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്നു മരിക്കാതിരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടേക്ക് അയക്കരുതേ. അപ്പോൾ സിദെക്കീയ രാജാവ് യിരെമ്യാവെ കാവൽപ്പുരപ്പുറത്ത് ഏൽപ്പിക്കുകയും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. യോഹന്നാന്റെ 3-ാം ലേഖനം. മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്നു, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്ക് വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്രയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന തെയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് തൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദെമത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ അറിയുന്നു. എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക.